യെസ്, ശ്രീ വേണു മറുപടി പറയാം. അല്ല, ഇതിനകത്തിപ്പോ ഈ മോഹൻ വർഗീസ് സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തുനിന്ന് ഞാൻ തുടങ്ങാം. അതായത് ഹരിയാന ഞങ്ങൾക്കൊരു മുന്നറിയിപ്പായിരുന്നു. നിശ്ചയമായും ഹരിയാനയിൽ വലിയ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ചു, അത് കിട്ടുമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വരെ വന്നു എന്നുള്ളതാണ്. അവിടെ 80 സീറ്റിൽ ഏതാണ്ട് 20-ലധികം സീറ്റുകൾ ഞങ്ങൾക്ക് പോയത് പരിമിതമായ വോട്ടുകൾ, 500 126 വോട്ടിന് വരെ തോറ്റ സീറ്റുകളുണ്ട്. വളരെ പരിമിതമായ സീറ്റുകൾ ഞങ്ങൾ തോറ്റ, അങ്ങനെയാണ് ഭരണം അവിടെ പോകാനിടയായത്. അത് ഞങ്ങൾക്കൊരു മുന്നറിയിപ്പായിരുന്നു. ആ മുന്നറിയിപ്പ് വളരെ ഫലപ്രദമായി മുൻകരുതലുകൾ ഞങ്ങൾ എടുത്തതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ മഹാവികാസ് അഘാഡിയിൽ മറ്റ് പൊട്ടൽ ചീറ്റലുകളൊന്നുമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. പിന്നെ സ്വാഭാവികമായും ഒരു മുന്നണിക്കകത്തുണ്ടാകുന്ന ചെറിയ തർക്കങ്ങൾക്കൊഴിച്ച് വളരെ ഭംഗിയായി സീറ്റ് വിഭജനം പൂർത്തീകരിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അതുകൊണ്ട് ഞങ്ങളിപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിലാണ്. അത് ഇവിടെ ശ്രീ യുവരാജ് ഗോകുൽ പറയുന്ന പോലെ രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പൊതു പ്രശ്നമാണ്. ജാതി സെൻസസ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അർഹതപ്പെട്ടവർക്ക് അവരുടെ വിഹിതം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ സർവേ നടത്തണം എന്നുള്ളത് അത് ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മഹാരാഷ്ട്ര ഇപ്പം മോഹൻ വർഗീസ് സാർ പറഞ്ഞ രണ്ട് കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഒന്ന്, പ്രകാശ് അംബേദ്കറുടെ ഈ വാഞ്ചിത് മഹാസഭ എന്ന് പറയുന്ന പണ്ട് BR അംബേദ്കറുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു. അതിൽ നിന്നൊരു വിഭാഗം പിളർന്ന് രാമദാസ് അട്ടുവാലയുടെ നേതൃത്വത്തിൽ ഇപ്പൊ BJP ഒപ്പം ഉണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയും MP-യും സംസ്ഥാനത്ത് MLA-യും ഒക്കെ ആയി ദീർഘകാലം ഉണ്ടായിരുന്നതാണ്. അപ്പം അതിന്റെ ബദൽ വിഭാഗമായിട്ടുണ്ടായിരുന്ന ഈ സഖ്യം അവര് 6 മുതൽ 12% വരെ വോട്ടുകൾ പല തെരഞ്ഞെടുപ്പുകളിലും നേടിയിട്ടുണ്ട്. ഞങ്ങൾ അവർക്ക് പരമാവധി അവരെ സഖ്യത്തിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല എന്ന് കണ്ടതുകൊണ്ടാണ് അവരുമായിട്ട് പിന്നെ ഒരു തുടർ സഖ്യത്തിന്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പാർലമെന്റിൽ ഒന്ന്, പ്രകാശ് അംബേദ്കർ ശാരീരികമായി അവശനാണ്, തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പിലും അവരൊരു ശക്തിയാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പിന്നെ ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ കാലഘട്ടത്തിലും മതേതര വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ ന്യൂനപക്ഷം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വോട്ടുകളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഉടമയാണ് ഈ അസദുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ ഇത്തേഹാദി മുസ്ലിം മസ്ജിദ് എന്ന് പറയുന്ന ഈ പാർട്ടി. ഇവർ ഇന്ത്യയിൽ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാലും അവിടെ ഈ എന്താ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് അത് BJP-യെ സഹായിക്കുന്നതിന് വേണ്ടി ഇവർ നിരന്തരമായ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരുന്ന ഒരു ക്യാപ്സൂളാണ്. ഏതാ? അതെല്ലാ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരുന്ന ഒരു ക്യാപ്സൂളാണ്. നീതിമാധുരി അല്ലെങ്കിൽ മോഹൻ വർഗീസ് സാർ അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണല്ലോ. ഞാൻ ഈ പറയുന്ന അഭിപ്രായം അദ്ദേഹം അത് ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ്, ഈവൻ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ പോലും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കുറെ ആളുകളെ അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് എന്താ പറഞ്ഞ അവരുടെ വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് ഈ ഇന്ത്യ സഖ്യത്തിന് കിട്ടേണ്ട വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിനും അതുപോലെ പരോക്ഷമായി BJP-യെ സഹായിക്കുന്നതിനും വേണ്ടി എല്ലാ കാലഘട്ടത്തിലും നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഈ അസദുദ്ദീൻ ഒവൈസി. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിഷയമല്ല. കാരണം വളരെ ഭംഗിയായി ബഹുമാന്യായ രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം, ഞാൻ ഇന്നലെയും കൂടി അദ്ദേഹവുമായിട്ട് വെറുതെ കാഷ്വലായി ഫോണിൽ സംസാരിച്ച ഒരാളാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് കാര്യത്തെക്കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞ വലിയ വിശ്വാസത്തിലാണ്. സർവേ ഫലങ്ങൾ ഇപ്പോഴും നമുക്കറിയാം, സർവേ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്ലിയർ മജോറിറ്റി, ഒരു ക്ലീൻ സ്വീപ്പ് അത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പല സീറ്റുകളിലും ഇപ്പൊ ഞങ്ങൾക്കും റിബൽ സ്ഥാനാർത്ഥികളുണ്ട്, അപ്പുറത്തും റിബൽ സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്, ഒരു 5 or 10 അല്ലെങ്കിൽ ഒരു 10 or 15 സീറ്റുകളുടെ മുൻതൂക്കം നിശ്ചയമായും ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾ 3000 രൂപ വനിതകൾക്ക് അവർക്ക് പ്രതിമാസം അക്കൗണ്ടിൽ എത്തിച്ചേരും. വനിതകൾക്ക് സൗജന്യമായ ബസ് യാത്ര തുടങ്ങിയ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുക. സേനാപതി വേണു, നിങ്ങൾ വലിയ വാഗ്ദാനങ്ങൾ നൽകി കർണാടകയിൽ അധികാരത്തിലെത്തി. കർണാടകയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഞാൻ എത്താം. ശ്രീ സേനാപതി വേണു, അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് എത്താം.